ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ നടത്തിയൊരു യാത്രയെക്കുറിച്ച് തയ്യാറാക്കിയ ഒരു ചെറിയ ബുക്ക്ലെറ്റ് പരിചയപ്പെടുത്താനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുൻപ് 2014 വേനലവധിക്കാലത്താണ് ഫാമിലി സഹിതം ഞങ്ങൾ കാശ്മീർ സന്ദർശിക്കുന്നത്. 4 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. സോനാമാർഗ്, പഹൽഗാം, ഗുൽമാർഗ്, ദെൻ ശ്രീനഗർ. പോയി വന്നതിന് ശേഷം ഞങ്ങൾ കണ്ട പ്രദേശങ്ങളുടെ വിവരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 12 പേജുള്ള ഒരു പുസ്തകം തയ്യാറാക്കി. അത് കാണാം. Kashmir, a stepping stone to heaven. In memories of our visit to the amazing land, 2014. ഇത് ഭംഗിയുള്ള മസ്റ്റാർഡ് ഫീൽഡ്സ്, കടുക് പാടങ്ങൾ. ഫസ്റ്റ് ഡേ സോനാമാർഗ് ആയിരുന്നു. ഇത് ഫ്ലൈറ്റ് വ്യൂ ആണ്. ശ്രീനഗർ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് എടുത്തത്. മഞ്ഞു മൂടിയ മലകൾ കാണാം. ദിസ് വൺ ഷിക്കാര, ഞങ്ങൾ ദാൽ ലേക്കിൽ യാത്ര ചെയ്ത ട്രഡീഷണൽ വുഡൻ ബോട്ട്. ഇത് അതിൻ്റെ ഡ്രൈവറാണ്. ഇത്തരം ഷിക്കാരകൾ ധാരാളം കാണാം ദാൽ ലേക്ക്. ഇത് ഗുഡ് ഫെയ്ത്ത്, ഞങ്ങൾക്ക് ഹൗസ് ബോട്ട് സ്റ്റേ ആയിരുന്നു. ദാൽ തടാകത്തിലെ ഒരു ഹൗസ് ബോട്ടിലായിരുന്നു സ്റ്റേ. ഇതതിൻ്റെ ഓണർ ഷെഫി ബായ്, അദ്ദേഹം തയ്യാറാക്കിയ ബ്രേക്ക്ഫാസ്റ്റ്. ഗ്രീൻ മെഡോസ്, ഇത് ഞങ്ങൾ യാത്ര ചെയ്ത ട്രാവലർ. മഞ്ഞ് വീണ് കിടക്കുന്ന പുഴക്കരയും പൈൻ മരത്തോട്ടങ്ങളും. കാശ്മീരി ലഞ്ച്, വെജ് പുലാവ്, ദാൽ ആൻഡ് ആലു. ഹൗസ് ബോട്ടിൻ്റെ സൈഡ് വ്യൂ, മിറർ ഇമേജ് ലേക്കിൽ താഴെ കാണാം. ഹൗസ് ബോട്ടിൽ നിന്നുള്ള സൺസെറ്റ് വ്യൂ. ദിസ് വൺ ബോട്ടിലേക്കുള്ള വാക്ക് വേ. സെക്കൻഡ് ഡേ പഹൽഗാമിലേക്കായിരുന്നു യാത്ര. കാശ്മീരിൻ്റെ ട്രഡീഷണൽ ടീ ഡ്രിങ്ക് ആയിട്ടുള്ള കവ ഫില്ല് ചെയ്തിട്ടുള്ള തെർമൽ ഫ്ലാസ്ക് ആണിത്. Then this one ലിഡർ റിവർ, കാശ്മീരിലെ സിഗ്നിഫിക്കൻറ്റ് റിവറാണ്. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറും ഉരുളൻ കല്ലുകളുമാണ് അതിൻ്റെ പ്രത്യേകത. പഹൽഗാമിലേക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. കാൽനട യാത്രയായിട്ടോ അല്ലെങ്കിൽ പോണിയുടെ സഹായത്തോടെ മാത്രമേ അങ്ങോട്ട് പോകാൻ കഴിയൂ. അപ്പം ഞങ്ങൾ പോണിയാണ് ഓപ്റ്റ് ചെയ്തത്. ഇത് പഹൽഗാമിൻ്റെ സുന്ദര ദൃശ്യങ്ങൾ. നടപ്പാതകൾ ഉൾപ്പെടെ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശങ്ങളാണ്. സ്റ്റണ്ണിങ് സീനറി, ദെൻ കൂൾ ക്ലൈമറ്റ്, ഇതൊക്കെ പഹൽഗാമിനെ ആകർഷകമാക്കുന്ന ഘടകങ്ങളാണ്. പഹൽഗാം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമയത്ത് അന്ന് ഞങ്ങൾ പഹൽഗാമിനെ കുറിച്ച് എഴുതിയതൊന്ന് വായിക്കാം. സ്കിപ്പ് ചെയ്താണ് വായിക്കുന്നത്, അതർവൈസ് ഇറ്റ് വിൽ ബി ലെങ്തി. Pahalgam is about 90 kilometers south to Srinagar. After a distance, the Lidar River meets with you and accompanies beside you all the way to Pahalgam, mighty yet beautiful river. After talking with the locals, we decided to ride horses to the upper layers of Pahalgam. They called it Mini Switzerland. They meant Switzerland. The ponies have to climb a sheer gigantic cliff to get to the topmost points. There is no path. A small waterfall flows from top of the mountain vertically down to join the Lidar. Since the water has dried up, we have to climb up through the gorge created by the waterfall in the mountain. The mud was slippery. The stones were wet and the whole area looked like it will come down in a landslide if you sneeze. As the saying goes, no gain without pain. Well, the gain was obvious soon. It was a mini Switzerland indeed, with breathtaking views of snow-capped mountains partially hidden in clouds. പഹൽഗാമിലേക്കുള്ള ജേർണി അഡ്വഞ്ചറസ് ആയിരുന്നെങ്കിലും
ഒരു സ്വിറ്റ്സർലൻഡ് കണ്ട ഫീലോട് കൂടിയാണ് ഞങ്ങളന്ന് തിരിച്ചു വന്നത്. തേർഡ് ഡേ ഗുൽമാർഗിലേക്ക്. ഗുൽമാർഗ് ഒരു ഹിൽ സ്റ്റേഷനും സ്കീയിങ് ഡെസ്റ്റിനേഷനും കൂടിയാണ്. കേബിൾ കാറിലാണ് അങ്ങോട്ടേക്കുള്ള യാത്ര. അവിടെ ഒഫീഷ്യൽസ് നൽകുന്ന ഡ്രസ്സ് ധരിച്ച് മാത്രമേ അങ്ങോട്ട് പോകാവൂ. തണുപ്പിനെ പ്രതിരോധിക്കുന്ന ഡ്രസ്സുകൾ. ഇത് ഞങ്ങൾ ശ്രീനഗറിൽ താമസിച്ച ഹോട്ടൽ, അതിൻ്റെ ഓണറാണ്. 4th ഡേ ആയിരുന്നു ശ്രീനഗറിലെ യാത്ര. ഇത് ചാർ ചിനാർ. ചിനാർ മരങ്ങളാൽ ചുറ്റപ്പെട്ട ദാൽ ലേക്കിലെ ഒരു കൊച്ചു ദ്വീപ്. ഹസ്രത്ത് ബാൽ ദർഗ, ഈ ഫ്ലോക്ക് ഓഫ് പിജിയൻസ് ആണ് ഞങ്ങൾ അവിടെ വരവേറ്റത്. ഷാ ഹംദാൻ മസ്ജിദ്, എ സുന്നി മോസ്ക്. ശ്രീനഗറിലെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് ഗാർഡൻ, 30 ഹെക്ടർ വിസ്തൃതിയുള്ള ഗാർഡനാണ് ഇത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുത്. ഷാലിമാർ ബാഗ്, വൺ ഓഫ് ദി മുഗൾ ഗാർഡൻ. Then these are cute Kashmiri babies. This one almond blossom. ചെറി ബ്ലോസമിനോട് സമാനമായ കാശ്മീരിലെ മനോഹര കാഴ്ചയാണിത്. ഈ ബുക്ക്ലെറ്റിന്റെ ടെക്സ്റ്റ് തയ്യാറാക്കിയത് മൈ സൺ and photo editing, compiling done by me. Thank you.